ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കേരളത്തിൽ വ്യക്തതയില്ല. കാരണം ഇരകൾ പറയുന്നു ലവ് ജിഹാദിന് ഇരയായി എന്ന്, സാക്ഷികളും അത് പറയും. പക്ഷെ സർക്കാരും പോലീസും ഡോക്യുമെന്റലായിട്ട് അത് സമ്മതിക്കില്ല. ചില മതവിഭാഗങ്ങളെ ആക്ഷേപിക്കുന്നതിനു വേണ്ടി ഉന്നയിക്കുന്നതാണ് ഇത്തരം ആരോപണം എന്നവർ പറയുന്നു. എന്നാൽ ഇതാ കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി യുവതിക്ക് സംഭവിച്ച വിവരങ്ങൾ പുറത്തു വന്നത് മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. സഹപാഠിയായ മലപ്പുറം സ്വദേശി മതം മാറാൻ നിർബന്ധിച്ച് സമാനതകളില്ലാത്ത പീഡനം ഈ പെൺകുട്ടിക്ക് നേരെ നടത്തി. 1ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിയായ സാവരിയ ബസന്ത് സഹപാഠിയും മലപ്പുറം സ്വദേശിയുമായ സദറുൽ അനമിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് മരിച്ചു. ഒരാഴ്ച മുമ്പുണ്ടായ സംഭവത്തിൽ സാവരിയയെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തലക്കടിച്ച് വീഴ്ത്തിയാണ് കൊലപ്പെടുത്തിയത്. എന്നാൽ ഈ സംഭവത്തിൽ ബന്ധുക്കളുടെ ആരോപണം വളരെ ഗുരുതരമാണ്. ഈ ഒരടിയേറ്റ് മാത്രമല്ല ഈ മരണമുണ്ടായിരിക്കുന്നത്, കൊടിയ പീഡനമാണ് ആ പെൺകുട്ടി കേൾക്കേണ്ടി വന്നത്. കാല് മുതൽ തല വരെ അവർ ചതച്ചിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ചു കൊന്നതൊന്നുമല്ല, വളരെ ക്രൂരമായാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സാവരികയോട് മതം മാറാൻ പ്രതി സദറുൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അവിടെയുള്ള കുട്ടികൾ പറയുന്നത്. ഇതവർ കണ്ടിട്ടുണ്ട്. എന്നാൽ സാവരിയ അതിന് സമ്മതിച്ചിരുന്നില്ല. ഉസ്ബെക്കിസ്ഥാനിലെ തങ്ങളുടെ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ സംസാരിച്ച് നിൽക്കുന്നതിനിടെയാണ് ലാപ്ടോപ്പ് കൊണ്ട് സദറുൽ പെൺകുട്ടിയുടെ തലയിൽ അടിച്ചു വീഴ്ത്തിയത്. ഇയാൾ തന്നെയാണ് പെൺകുട്ടിയെ ആസ്പത്രിയിൽ എത്തിച്ചത്. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സദറുലിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കുവൈത്തിലുള്ള സാവരിയുടെ പിതാവ് ബസന്തിന്റെ പരാതിയെ തുടർന്ന് കേരള പോലീസ് ഭാരതീയ നീതിന്യായ സംഹിത സെക്ഷൻ 103 പ്രകാരം കൊലപാതകത്തിന് പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ ഫോറൻസിക് രേഖകൾ പൂർണ്ണമായി ലഭിക്കാൻ പ്രയാസമുള്ളതിനാൽ കുടുംബത്തിന് ആവശ്യപ്രകാരം ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് 2ാമത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ഒരു കൊലപാതകം മതം മാറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. വരും നാളുകളിൽ ഇതും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ കണക്കിലേക്ക് വരാം. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതാരാണ്?